നിങ്ങൾക്കും എനിക്കും ഒരുപോലെ അറിയാവുന്ന ഒരു സത്യമുണ്ട്. ഇത്രയും വലിയ ഒരു സംരംഭം സംഘടിപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ ശക്തിയേറിയ പ്രയത്നം, ആ പ്രയത്നം സ്വയം ഏറ്റെടുത്ത് വോളണ്ടിയർ ചെയ്ത് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ രൂപത്തിൽ വിജയിപ്പിച്ചതിന് ഇതിന്റെ സംഘാടക സമിതി അംഗങ്ങളോട് തീർത്താൽ തീരാത്ത നന്ദി എനിക്കുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക വികാസം വളരെ വളരെ വലുതാണ്. അതിനവരെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളോടൊരു അനുവാദം കൂടി ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ പാലായുടെ അപ്പുറത്തു നിന്നാണ് വരുന്നത്. ഒരു 3-4 പരിപാടികൾ ഇന്ന് മാറ്റിവെച്ചിട്ടാണ് ഞാൻ വന്നത്. 8 മണിക്കകം ഞാൻ വന്നോളാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുവദിക്കണം. ഞാൻ ഈ ചടങ്ങോടുകൂടി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് വിട പറയും. നിങ്ങൾ എന്നെ അനുവദിക്കണം എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയും. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി നന്ദി നന്ദി. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞ് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. എന്റെ അനുഭവത്തിൽ ഈ മഹത്തായ സംരംഭത്തിന് നേതൃത്വം നൽകിയ എല്ലാവരോടും ഒത്തിരി കടപ്പാട് തോന്നുന്നു. ഇത് വാസ്തവത്തിൽ സാധാരണ ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്തെങ്കിലും അശുഭകരമായ സംഗതി നടക്കാറുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഏറ്റവും ഭംഗിയായിട്ടിത് നടത്താൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഒത്തിരി കൂടുതലൊന്നും സംസാരിക്കാനില്ല. വീണ്ടും കാണാം. നന്ദി നന്ദി. പുറംകണ്ണ് തുറപ്പിക്കാൻ പുലവേളയിൽ അംശമാൻ അകങ്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. കൊണ്ടുപോവില്ല ചാരന്മാർ കൊടുക്കും തോറും ഏറിടും. മേന്മ നൽകും മരിച്ചാലും ഇത് തന്നെ മഹാധനം. ആ മഹാധനത്തിന്റെ ഒരു പ്രത്യക്ഷമായ ഒരു തെളിവാണ് ഈ സംരംഭം. ഇത് സംഘടിപ്പിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊള്ളുന്നു. ഈ ജീവിത സായാഹ്നത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് ഒരുക്കിത്തന്ന എന്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും ഞാൻ എന്റെ അകം കഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ 1959 ഞാൻ ഇവിടെ വന്നു. 1975 ഞാൻ ഇവിടുന്ന് പോകുന്നു. ഈ ദീർഘമായ 16 വർഷക്കാലം ഈ രാജ്യത്തോടും ഈ നാടിനോടും ഈ സ്കൂളിനോടും എന്റെ സ്നേഹം നിലനിർത്തുവാൻ വേണ്ടി ഞാൻ അക്ഷീണം പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവായിട്ട് ആണ് ഇവിടെ ആദ്യത്തെ ഒരു സർക്കാർ കെട്ടിടം സ്വന്തമായി ഈ വിദ്യാലയത്തിന് ഉണ്ടാക്കുവാൻ എനിക്ക് സാധിച്ചത്. അതിലെനിക്ക് സഹായിച്ച എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരോട് എനിക്ക് അധികമായ സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. അവർക്കൊരു നമസ്കാരം പറയാം. അക്കാര്യത്തിൽ എന്നെ സഹായിച്ച ഡോക്ടർ CI കുമാർ, EK നീലകണ്ഠൻ, ഇങ്ങനെ BD സുഭാഷൻ മുതലായ മഹത്തുക്കളോട് എനിക്ക് അഗണിതമായ നന്ദിയുണ്ട്. അവരുടെ എല്ലാം സഹകരണത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ ഒരു വിദ്യാലയത്തിന് ഒരു കെട്ടിടം പണിയുവാൻ ഞാൻ തുനിഞ്ഞത്. സാധാരണഗതിയിൽ അധ്യാപകൻ വരുമ്പോൾ അവരുടെ പണി നേർത്ത് ഈ നാടിൽ നിന്ന് വിട്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അതുകൂടാതെ ചെയ്തത് എന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. 16 വർഷക്കാലം ഞാൻ ജോലി ചെയ്തു. ഞാൻ ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയുവാനുണ്ട്. ഒരു കെട്ടിടമെങ്കിലും ഈ നാടിനും ഈ സ്കൂളിനും വേണ്ടി ഇവിടെ സംഘടിപ്പിക്കാനും ഒരു പണിയിപ്പിച്ച് ഈ നാടിന് സംഭാവന ചെയ്യുവാനുള്ള ആദ്യത്തെ തീരുമാനം എന്റെ എളിയ പരിശ്രമമാണ്. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്യുന്നു. അതിലെന്നെ സഹായിച്ച നാട്ടുകാരോടും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എന്റെ വിദ്യാർത്ഥികളോടും എനിക്ക് അഗൈതമായ നന്ദി സ്നേഹവുമുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ എന്നോടുള്ള സ്നേഹം നിലനിൽക്കുന്നതിന്റെ പ്രതിച്ഛായയായിട്ടാണ് ഈ സായങ്കാല കത്തിൽ ഞാൻ ഇവിടെ ആഗതനായത്.
ദൈവത്തിന് ഞാൻ ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും നൽകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ അകൈതമായ നന്ദി, നമസ്കാരം. സ്നേഹിതരെ, ഇത്രയും ഗംഭീരമായി ഇവിടെ ഈ ഒരു മഹാസംഗമം, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾക്കൊക്കെ, ഇപ്പോൾ ഇതിന്റെ രംഗത്ത് നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും പ്രചോദനം നൽകിയ ഒരു ചെറിയ കാര്യമുണ്ട്. ഇതാദ്യമായി ഇതിന്റെ ഒരു ചെറിയ സമ്മേളനം എറണാകുളം മേഖല കേന്ദ്രീകരിച്ച് കോതമംഗലത്തും അതിനുശേഷം ഒന്ന് വെള്ളത്തൂരിലുമൊക്കെ സംഘടിപ്പിച്ച, അതിനെ മനസ്സുണ്ടാക്കി കാണിച്ച ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ശ്രീമതി KT സരളയോടാണ്. ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കാൻ KT സരള അന്ന് തന്ന ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്ര ആവേശപൂർവ്വം ഞങ്ങൾക്ക് മുൻപോട്ട് പോകാനും ഇത്രയും അധികം ആളുകളെ ഇവിടെ നിങ്ങളെ സംഘടിപ്പിക്കുവാനും വരുത്തുവാനും അധ്യാപകരൊക്കെ വരുത്തുവാനും നമുക്ക് അവസരമുണ്ടാക്കി തന്നത്. ബഹുമാനപ്പെട്ട എല്ലാ ഗുരുക്കന്മാർക്കും, സദസ്സിലിരിക്കുന്ന അഭിമാനരായ എല്ലാ വിശിഷ്ടർക്കും, കൂടെ പഠിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഒരുപാട് പരിഭ്രമത്തോടെയാണ് ഈ സ്കൂളിൽ നടത്തി നിൽക്കുന്നത്. പരിഭ്രമമുണ്ടെങ്കിൽ പോലും വളരെയധികം സന്തോഷം, ചാരിതാർത്ഥ്യം ആത്മാവിൽ അനുഭവിക്കുന്നുണ്ട്. ഈ സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ടും ഞാൻ പഠിക്കുന്ന കാലയളവിൽ ഈ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകരുടെ പരിഗണന എനിക്ക് ലഭിച്ചിട്ടുള്ളതുകൊണ്ടുമാണ് ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതും ഒരുപക്ഷെ ഇവിടെ നിന്നിട്ട് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ സാധിച്ചത്. അത് എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഈ സ്കൂളിന്റെ 60 വർഷം നീണ്ട ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ളൊരു സമ്മേളനം നടക്കുന്നത്. അത് വാസ്തവത്തിൽ ഒരു നാടിന്റെ തന്നെ സംസ്കാരത്തിന്റെ അടയാളമായിട്ട് മാറ്റി തീർക്കാൻ നമുക്കെല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇവിടെ പഠിച്ചു പോയ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. മാത്രവുമല്ല, ഇതൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകളിൽ നിന്ന് ഈ ആളുകളിലൂടെ പകരുന്ന ഈ ഒരു സന്ദേശം ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിന് വിദ്യാലയങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു ഊന്നൽ കൂടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്തിൻ്റെ വഴികളിൽ പ്രേരണയായി തീർന്നിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും, എന്നെ പഠിപ്പിച്ചു പോയിട്ടുള്ളത് അടക്കം എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ താങ്ങും വെളിച്ചവുമായി വന്നിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിക്കുന്നു. എപ്പോഴും ഒന്ന് മാത്രമേ ഓർമ്മിക്കാറുള്ളൂ, നേട്ടങ്ങളെല്ലാം ഗുരുവിൻ്റേതാണ്, കോട്ടങ്ങൾ രാമൻ്റേത് മാത്രമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സമ്മേളനം വിളിച്ചു ചേർക്കുവാൻ യത്നിച്ച വിശിഷ്ടരായ സംഘാടക സമിതി അംഗങ്ങളോടും സഹകരിച്ച നമ്മളെല്ലാവരോടും എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നത് ഈ ഒരു സന്ദേശം ശക്തമായി നമ്മുടെ സമൂഹത്തിൽ വരും കാലങ്ങളിലും നിലനിൽക്കട്ടെ, അതിനു വേണ്ടിയിട്ട് മാത്രം. നന്ദി. അടുത്തതായി ആശംസ അർപ്പിച്ചുകൊണ്ട് ശ്രീ സാരംഗ് ഗോപാലകൃഷ്ണൻ ഒരു നിമിഷം നിങ്ങളോട് സംസാരിക്കാം. ഞാനിവിടെ സാരംഗ് ഗോപാലകൃഷ്ണനല്ല, ഞാൻ KT ഗോപാലകൃഷ്ണനാണ്. 9ാം ക്ലാസ്സിൽ BA പഠിച്ചു, 10A പഠിച്ചു. സിമന്റ് സ്റ്റോർ മറക്കില്ല, സിമന്റ് സ്റ്റോർ മറക്കില്ല. സിമന്റിന്റെ പൊടിയും കർക്കിടമാസത്തിലെ മഴയും, കർക്കിടമാസത്തിലെ മഴ പെയ്ത് കഴിഞ്ഞാൽ സിമന്റ് സ്റ്റോറിന് അടി മുഴുവൻ വെള്ളമാണ്. അങ്ങനെ തീയിൽ കുരുത്തവരാണ് ഞങ്ങൾ വെള്ളത്തൂരുകാർ. തീയിൽ കുരുത്തവർ, വെയിലത്ത് വാളാത്തവർ. നമുക്ക് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. അധ്യാപകരെല്ലാം കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ പലരും ഓർത്തില്ല, ഞാനതുകൊണ്ട് ആരും വന്ന് കാണാനായിട്ട് കർണാടക സാറിനൊക്കെ വേണ്ടിയില്ല. ഞങ്ങളുടെ നാടൻ കളിച്ചതാണ്. ഞാൻ ഒരു കാര്യം ഒരു കവിത. തിങ്കളും താരങ്ങളും പൂവെള്ളി കതിർ ചിന്നും തുങ്കമാവാനിൻ ചോട്ടിൽ ആണെന്റെ വിദ്യാലയം. തിങ്കളും താരങ്ങളും പൂവെള്ളി കതിർ ചിന്നും തുങ്കമാവാനിൻ ചോട്ടിൽ ആണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ മറന്നു കരഞ്ഞീടിനാവാനോ, ഇന്നിതാ ചിരിക്കുന്നു
പാലൊളിച്ചിടുന്നു. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞിടിനവനം ഇന്നിതാ ചിരിക്കുന്നു പാലൊളിച്ചിടുന്നു. മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട്. ചെറു പൂന്തോപ്പിലെ പനിനീരുലയ്ക്കുന്നു. മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട്. ചെറു പൂന്തോപ്പിലെ പനിനീരുലയ്ക്കുന്നു. മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ. മധുരം ജീവിതം ചെറുതാണെന്നാകിലും മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ. മധുരം ജീവിതം ചെറുതാണെന്നാകിലും ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാനൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഈ ലോകത്തിലുള്ളവരെല്ലാം എന്റെ ഗുരുനാഥന്മാരാണ്. ഞാൻ വിദ്യാർത്ഥി. നമ്മുടെ വിദ്യാഭ്യാസ ചിന്തകൾ മാറ്റി എഴുതണം. അധികം പറയാനുള്ളൊരു വിഷയമാണ്. ഞാനൊരു വലിയ വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. സർക്കാർ ജോലിയിൽ ഒരു 5 വർഷം ഇരുന്നു. ഭാര്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാജിവെച്ചു. 24 മണിക്കൂർ വരും വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന വലിയൊരു അധ്യാപകനാണ്. അതൊക്കെ ഇവിടുത്തെ അധ്യാപകരുടെയൊക്കെ പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനം അല്ല വിദ്യാഭ്യാസ ചിന്ത മാറ്റിയെഴുതണം. കാട്ടുമനുഷ്യനെ നാട്ടുമനുഷ്യനാക്കുന്ന ക്രിയയാണ് വിദ്യാഭ്യാസം. കാട്ടുമനുഷ്യനെ നാട്ടുമനുഷ്യനാക്കുന്ന ക്രിയയാണ് വിദ്യാഭ്യാസം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൂലി തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന ഈ പരമ്പരാഗത വിദ്യാഭ്യാസം മാറ്റി എഴുതണം എന്ന് ഒരാഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയിക്കും എന്നൊക്കെയാണ്. എല്ലാവരുടെയും മനസ്സും ശരീരവും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണം. ഞങ്ങളുടെ ഗുരുക്കന്മാർ അടുത്തതായി ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിജി ബാബു നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ ശ്രീ PS അപ്പച്ചൻ ചേട്ടൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്കൂളിലെ ആദ്യകാലം മുതലുള്ള അധ്യാപകര്, ഈ സ്കൂളിൽ പഠിച്ച ഈ കഴിഞ്ഞ വർഷം വരെ പാസ്ഔട്ടായ വിദ്യാർത്ഥികളെ, എനിക്ക് ഇന്നിവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നത്, ഞാൻ പഠിച്ചത് ഇവിടെ അടുത്ത് തന്നെയുള്ള കുഞ്ചിത്തണ്ണി സ്കൂളിലാണ്. അപ്പൊ ഞാനിവിടെ വന്ന് ഞാനിപ്പോഴാണ് എത്തിച്ചേർന്നത്. എന്തായാലും ഇവിടെ രാവിലെ മുതൽ ഇന്നലെ മുതൽ തന്നെ ഇതിന്റെ ഈ പ്രോഗ്രാം ആരംഭിക്കുകയും രാവിലെ മുതൽ ഇവിടെ പഠിച്ച വളരെയധികം വിദ്യാർത്ഥികളും ഇവിടെ പഠിപ്പിച്ചു പിരിഞ്ഞു പോയ അധ്യാപകർ ഇവിടെ എത്തിച്ചേർന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഓക്കെയായിരുന്നു. ഞാൻ പഠിച്ച കുഞ്ചിത്തണ്ണി സ്കൂളിൽ ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘം വെക്കുകയായിരുന്നെങ്കിൽ എന്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസിനെയൊക്കെ എനിക്കും ഒന്ന് കാണാമായിരുന്നില്ല എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് ഇവിടുന്ന് പഠിച്ചിട്ട് പോയവർ വരെ ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് ഇവിടെ എത്തിച്ചേരുകയും അവരോടൊപ്പം പഠിച്ചവരെ വീണ്ടും ചിലപ്പോൾ അന്ന് ഇവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് പോയതിനു ശേഷം ഇന്നായിരിക്കും അവര് തമ്മിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇനി ജീവിതത്തിൽ അവരെ കാണാൻ ഒരു അവസരം നമുക്ക് ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്ര ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വഴി നമുക്ക് അവരെ ഒന്നുകൂടി കാണുന്നതിനും അവരുടെ ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നൊക്കെ എന്നൊക്കെ അറിയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടക സമിതിക്കാര് വളരെയധികം കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല രീതിയിൽ ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിച്ചതും ഇത്രയും പേരെ ഇതിലേക്ക് അവരുടെ ഫോൺ നമ്പരും മറ്റും കളക്ട് ചെയ്ത് അവരെ വിളിച്ചു വരുത്തുന്നതിനും മറ്റ് പല രീതിയിലും അഡ്വർടൈസ്മെന്റ് ചെയ്ത്
അവരെ ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാൻ നമ്മുടെ ഈ ഇതിന്റെ സംഘാടക സമിതിക്കാർ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ വെള്ളത്തൂരിലെ ആദ്യകാല സ്കൂളായ ഇവിടെ ഇത്തരം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടക സമിതിക്കും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യരായ അധ്യാപകർക്കും ഇവിടെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഇനി ഇത്തരം അവസരം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വെള്ളത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വയ്യാ വയ്യാ വയ്യാവേലി വയ്യായേ വയ്യായേ എന്റെ വീട്ടു ജോലി വേണ്ടായേ വേണ്ടായേ എന്റെ വീട്ടു ജോലി വേണ്ടായേ വേണ്ടായേ കാലത്തെണിക്കണം ജോലി തുടങ്ങണം പോറ്റുന്ന മഞ്ഞത്ത് മുറ്റമാടിക്കണം ഞാൻ മുറ്റമാടിക്കണം അന്ന് വയ്യാ 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 വയ്യാവേലി വയ്യായേ വയ്യായേ എന്റെ വീട്ടു ജോലി വേണ്ടായേ വേണ്ടായേ എന്റെ വീട്ടു ജോലി വേണ്ടായേ വേണ്ടായേ ചാരം വാരി കളയണം തീ കത്തിച്ചിടണം ഊതി ഊതി കണ്ണീലെ വെള്ളമെല്ലാം വറ്റണം വെള്ളമെല്ലാം വറ്റണം ചാരം വാരി കളയണം തീ കത്തിച്ചിടണം ഊതി ഊതി കണ്ണീലെ വെള്ളമെല്ലാം വറ്റണം വെള്ളമെല്ലാം വറ്റണം അത് വയ്യാ 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 വയ്യാവേലി വയ്യായേ വയ്യായേ എന്റെ വീട്ടു ജോലി വേണ്ടായേ വേണ്ടായേ കേരളം കേളി തൊട്ടുയർന്ന കേരളം കേളി കേരളം സദാവൻ കേരളം കേരളം കേളി തൊട്ടുയർന്ന കേരളം കേളി
ഒത്തിരി സന്തോഷത്തോടെ ഈ വേദി നിൽക്കട്ടെ. പാട്ട് പാടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. പാടിയാൽ ശരിയാവുമെന്നറിയില്ല, പരിശ്രമിക്കാം. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ അംഗചമയത്തിനണിയാനിത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ അംഗചമയത്തിനണിയാനിത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ നമുക്കായി സരയൂ തീരത്തു കാണാം പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുന തീരത്തു കാണാം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് സരയൂ തീരത്തു കാണാം പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുന തീരത്തു കാണാം തേൻകുഴമ്പും നല്ല പടങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻപത്തിൽ സംസാരിപ്പിൻ പ്രീതിയാലി വക സ്വാഗത കൊഞ്ചലോടാദിത്യം പിൻ നോക്കി വീണ്ടും എന്തുറക്കൊഞ്ചന കൂട്ടിലാണെങ്കിലും പെൺവനം പെൺവനം കണ്ണുകളിൽ ആവോവിശപ്പില്ലേ കറ്റിയ പാലിത തൂവല്ലി കിണ്ണത്തിൽ തേൻകുഴമ്പും നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ ആയിരം പാദസരങ്കിലുങ്ങി ആലുവാ പുഴ പിന്നെയൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങളിലുങ്ങി ആലുവാ പുഴ പിന്നെയൊഴുകി തീരനായ നദിയുടെ മാറി ഈ പഴങ്ക് കൽപ്പനകളും ഈരനായ നദിയുടെ മാറി ഈ പഴങ്ക് കൽപ്പനകളും ഓടിയെത്തും ഓമലേ ആലോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാ പുഴ പിന്നെയും ഒഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങൾ മുഴുകി മുഴുകി ആയിരം
എങ്കിലും നീ ആലുവ പുഴ പിന്നെയും ഒഴുകി. താങ്ക് യു. അധ്യക്ഷൻ വെള്ളത്തൂവൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ പി എസ് സെബാസ്റ്റ്യൻ അവരുടെ ഈ വേദിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ഇടുക്കി MLA പ്രിയപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ അവരുടെ, നമ്മുടെ ആരാധനായ MP എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്, ശ്രീ പ്രിയപ്പെട്ട MP ശ്രീ PT തോമസ് അവരുടെ, വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി ജിജി ബാബു, വേദിയിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ ശ്രീ BG സോമൻ അവരുടെ, നമ്മുടെ ഏറെ ആരാധ്യനും ബഹുമാന്യനുമായ ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്റർ ശ്രീ വിജയൻ സാർ അവരുടെ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട തേരാളി, ഈ സ്കൂളിന് പുതിയ രൂപവും ഭാവവും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പൽ ശ്രീ രാജു സാർ അവരുടെ, ഈ പന്തലിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, ബഹുമാന്യരെ, സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ പന്തല് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയും എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം അരുളുക എന്ന കടമയിലേക്ക് മാത്രം കടന്നുകൊണ്ട് ഞാൻ വിരമിച്ചുകൊള്ളാം. ആദ്യമായി ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സംഘടനയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ PS സെബാസ്റ്റ്യൻ അവർക്ക് ഈ സംഘടനയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ സ്വാഗതം ആശംസിക്കേണ്ടുന്ന നമ്മുടെ ഇടുക്കി MLA ശ്രീ റോഷി അഗസ്റ്റിനാണ്. നിങ്ങൾക്കറിയാം, ഈ ജില്ലയിലെ ഇടുക്കി നിയോജക മണ്ഡലത്തിന്റെ MLA ആണ് എങ്കിൽ പോലും മറ്റു നിയോജക മണ്ഡലങ്ങളിൽ കൂടി നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ശ്രീ റോഷി അഗസ്റ്റിൻ ഈ സമ്മേളനത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേരുവാനുള്ള സന്നദ്ധോഭാവം കാണിച്ച അദ്ദേഹത്തോട് ആദരവ് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. ഇനി ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കേണ്ടുന്നത് ഈ സ്കൂളിന്റെ ഞങ്ങളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീ രാജു സാറിനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സ്കൂളിന്റെ നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്റർ ശ്രീ വിജയൻ സാറ്, അദ്ദേഹവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇന്ന് അവധിയായതിനാൽ വീട്ടിൽ പോകേണ്ടിയിരുന്നു എങ്കിൽ പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഈ സംഘടനയുടെ പേരിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഈ പഞ്ചായത്തിൽ നടക്കുന്ന മുഴുവൻ ഇതുപോലെയുള്ള പൊതുപരിപാടികളിലും നിറസാന്നിധ്യമുള്ള ശ്രീമതി ജിജി ബാബുവിനെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. വെള്ളത്തൂർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഉപാധ്യക്ഷൻ ശ്രീ BG സോമൻ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി ആദ്യാവസാനം സഹകരിച്ച ഇവിടെ പങ്കാളികളായിരിക്കുന്ന മുഴുവൻ പ്രതിനിധികൾക്കും ഒരിക്കൽ കൂടി ഈ സംഘടനയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ വിരാമമിടുന്നു.